ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. എഴുതിച്ചു. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. ഇന്നല്ലാഹ ഹറമ അലൽ അർളി, അല്ലാഹു തആല ഭൂമിയുടെ മേൽ ഹറാമാക്കി. മുത്ത് റസൂലുള്ളാഹി പറഞ്ഞു അൻ തഅകുല, ഭൂമി ഭക്ഷിക്കുന്നതിനെ തൊട്ട് ഹറാമാക്കി. എന്ത്? അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരങ്ങൾ തൊട്ട് കളിക്കൂല. അവരെങ്ങനെയാണോ വെച്ചത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. മനസ്സിലാവണില്ലേ പറഞ്ഞത്? റൂഹിന് ഏതായാലും സംഭവിക്കും, ജസദിനും സംഭവിക്കൂല. അല്ലാഹു തആല ഭൂമിയുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട് അൻ തഅകുല അജ്സാദൽ അംബിയാ. നബിമാരുടെ ശരീരം തൊട്ട് കളിക്കരുത്, തൊട്ടു പോകരുത്. തൊട്ടാൽ ഹറാമാണെന്ന് അല്ലാഹു തആല ഭൂമിയോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ 2 പള്ളിയിലെ കുയ്യന്മാരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, 2 കുയ്യന്മാരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്നോ മയ്യത്താണ് ആയിരിക്കാം, പക്ഷെ അങ്ങനെ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കോഴിക്കോട് ജില്ല, ഒന്ന് പാലക്കാട് ജില്ല. എന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? കോഴിക്കോട് ജില്ലയിലെ ഈ കുയ്യൻ പറഞ്ഞത് അവിടെ ഒരു 10-200 കൊല്ലത്തിൻ്റെ ഇടയിൽ അവിടെ മറവ് ചെയ്യാൻ സാധ്യതയില്ല. വലിയ വള്ളി പറഞ്ഞു. അവിടെ ഒരു 200 കൊല്ലത്തിനുള്ളിലെങ്കിലും ഒരാളെ മറവ് ചെയ്യാൻ സാധ്യതയില്ല. ഞങ്ങളിങ്ങനെ കുഴി കുഴിച്ച് വരുമ്പോൾ സമയത്ത് പൊട്ടി, അപ്പോൾ സുഗന്ധം വന്നു. അപ്പോൾ ഞങ്ങൾ പാളി നോക്കി, അപ്പോൾ കിടന്നുറങ്ങാൻ ഒരാൾ നല്ല ഉറക്കം. സുബ്ഹാനല്ലാഹ്. ഇനി പുതിയ അപ്പളയുടെ ഉറക്കം ഉറങ്ങിക്കോ എന്നവനോട് പറയപ്പെടും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم اجعلنا منهم، اللهم اجعلنا منهم، اللهم اجعلنا منهم، اللهم اجعلنا منهم، اللهم اجعلنا منهم. ഇത് നബിമാർക്ക് മാത്രമല്ല, ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് സാഹിബുൽ കറാമത്താണ്, വലിയ കറാമത്തുള്ള സഹാബിയായിരുന്നു. ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം അബ്ദുള്ള എന്ന ഈ പിതാവ് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ജാബിറിനോട് പറഞ്ഞു, ജാബിറെ, നാളെ ഞാൻ ഷഹീദാവും. അതെങ്ങനെ പറയും? കറാമത്ത്, ഗൈബിയായ കറാമത്ത്. 2 ഫഅകൂനു അവ്വല മൻ ഇസ്തുഷ്ഹിദ, ഷഹീദാകുന്ന ആദ്യത്തെ ആളും ഞാനായിരിക്കും. 70 ആളുകൾ ഉഹദിൽ ഷഹീദായി. അതിൽ ആദ്യത്തെ ആൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ആരുടെ ബാപ്പ? ജാബിറിന്റെ ബാപ്പ റളിയല്ലാഹു അൻഹുമ. മനസ്സിലായില്ലേ? ഇപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നാളെ ഞാൻ ഷഹീദാകും. ഇതെവിടെയുണ്ട്? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അതും വിശ്വാസമില്ലാത്തവർക്ക് പോകാം. മുത്ത് റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? നാളെ ഞാൻ ഷഹീദാവും. മാത്രമല്ല അകൂനു അവ്വല മൻ ഉസ്തുഷ്ഹിദ, ഷഹീദാകുന്ന ആദ്യത്തെ ആളും ഞാനായിരിക്കും എന്ന് അബ്ദുള്ള പറഞ്ഞു, ജാബിറിന്റെ ബാപ്പ റളിയല്ലാഹു അൻഹു. ഫകാന കദാലിക ഫസാറ അവ്വലു മൻ ഉസ്തുഷ്ഹിദ യൗമ ഉഹുദ്. ഉഹദിൽ ആദ്യം ഷഹീദായത് അബ്ദുള്ള എന്നവരാണ്. ആരുടെ ബാപ്പ? ജാബിറിന്റെ ബാപ്പ. പിന്നെ യുദ്ധമായി, പിന്നെ പ്രയാസങ്ങളായി, മറവ് ചെയ്യാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം മറവ് ചെയ്യാണ്. മറവ് ചെയ്തപ്പോൾ ഒരു ഖബറിൽ 2 ആൾ മറവ് ചെയ്തു. ഖബർ ഇങ്ങനെ വെട്ടിയിറക്കിയിട്ട് ലഹദ് ചെയ്യും, അതായത് പാക്ക് ചെയ്യും. ഇങ്ങനെയും വെക്കും, ഇങ്ങനെയും വെക്കും. ഹബീബായ നബി പറഞ്ഞു 70 ആൾക്ക് 35 ഖബർ മതി, അങ്ങനെ കുഴിച്ചാൽ. അങ്ങനെ എൻ്റെ ബാപ്പയെയും വേറൊരു ഷഹീദിനെയും ഒരു ഖബറിൽ മറവ് ചെയ്തു. ആര് പറയാണ്? സയ്യിദുന ജാബിർ പറയാണ്. ഹബീബ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ഇഷ്ടഭാജനങ്ങളിൽ ഒരാളാണ്. ആര്? സയ്യിദുന ജാബിർ. ജാബിർ എന്നല്ല, സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ ഉടൻ നബിയോടോതി. കുട്ടികൾ 2 നിദ്രയിലാണ്. ഓർമ്മയില്ലേ ആ പാട്ടൊക്കെ? കുട്ടിക്കാലത്തുണ്ടായിരുന്നു. സഅദ് സഈദ് എന്ന 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടികൾ കളിച്ച് മരിച്ചു. പിന്നെ ജാബിറിന്റെ വീട്ടിൽ വന്നപ്പോൾ കുട്ടികളെ മുത്തുനബി ഹയാത്താക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ഉബ്നൻ റസൂലുള്ള ഭക്ഷണത്തിന് വന്നപ്പോൾ എവിടെ മക്കൾ എന്ന് ചോദിച്ചു. അവർ ഉറക്കാണ് നബി പറഞ്ഞു. എന്നാ കുട്ടികളെ പേര് വിളിച്ചു റസൂലുള്ള. സഅദ് സഈദ് ഓടിയിട്ട് വന്നു. മരിച്ചു കിടക്കുന്ന മക്കൾ. അതാണ് ആ കവിത, അതാണ് ആ പാട്ട്. ജാബിറുടൻ നബിയോടോടി, കുട്ടികൾ 2 നിദ്രയിലാണ്. പഴയ കാലത്ത് അങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ട്. ജാബിറിന്റെ ബാപ്പയാണ് ഈ സംഭവം. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ആധിയായി.
എന്ത് എൻ്റെ ഇത്ര വലിയൊരു മകനെ എൻ്റെ വാപ്പ പോറ്റി വളർത്തിയിട്ട് ഒറ്റക്കൊരു ഖബറിൽ മറവ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതങ്ങനെ അതിങ്ങനെ വളർന്ന് എനിക്ക് നിൽക്കപ്പെടുന്നില്ലാതെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യ. മനസ്സിൽ തന്നെ ചിന്ത, എൻ്റെ ബാപ്പാനെ ഒറ്റക്കൊരു ഖബറിൽ മറവ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു ദിവസം ഞാൻ കൈക്കോട്ടെടുത്തു. ഞാൻ ഉഹുദിലേക്ക് പോയി. അങ്ങനെ ഞാൻ കൈക്കോട്ട് കൊണ്ട് എൻ്റെ ബാപ്പാടെ ഖബർ മാന്തി. മാന്തി ബാപ്പാന്റെ ഖബറിലെത്തിയപ്പോൾ ഇപ്പൊ വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആ ചോര അങ്ങനെ തന്നെ, ചോര ഉറച്ചിട്ടില്ല, ചോര പോലും ഉറച്ചിട്ടില്ല. ഷഹീദായത് ഇപ്പോൾ തന്നെ കിടക്കണം. ഇപ്പൊ തന്നെ അങ്ങനെ തോന്നുന്നു. പച്ചച്ചോരയും കൊണ്ടാണല്ലോ ഷഹീദ് അള്ളാന്റെ കോടതിയിൽ വരിക. ആണോ? അല്ലേ? പരമോനെ, പച്ചച്ചോരയും കൊണ്ടാണ് ഷഹീദ് അള്ളാന്റെ കോടതിയിൽ വരിക. ആ പച്ചച്ചോരയിൽ അങ്ങനെ തന്നെ. അപ്പൊ ഇത് നബിമാർക്ക് മാത്രമല്ല, ആർക്കുണ്ട്? സ്വഹാബികൾക്കുണ്ട്. പിന്നെ നമ്മളെ കാലത്ത് ഒരുപാട് തെളിവുകൾ വേറെയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഫന ഒന്നും നിനക്കുണ്ടായില്ല. എന്തുകൊണ്ട്? നീ അള്ളാഹുലേക്ക് കൂട്ടിക്കെട്ടിയ തടിയ. കാസർകോട്ടെ ഒരു മയ്യത്ത് 13 വർഷം കഴിഞ്ഞ് മാന്തിയതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ടായിരുന്നു. മനസ്സിലാണ്ട് പറഞ്ഞത്. പിന്നീട് അവസാനം നമ്മുടെ ചില ഭൗതികവാദികളിലും ചില എന്താ പറയുക മതത്തിലെ നിരീശ്വരവാദികളും കണ്ടെത്തി അത് ആ ഭൂമിയുടെ പ്രത്യേകതയാണ്. ആ ഭൂമിയിൽ അങ്ങനെ സാധനം അഴുകിപ്പോകും. വലിയ കറാമത്ത് ഭൂമിക്ക്. എന്നാലും മനുഷ്യന് കറാമത്തുണ്ടായി കൂടാ. കറാമത്തായി കൊടുത്ത് ഭൂമി കൊടുത്ത് ഭൂമിക്ക് കറാമത്തുണ്ടായ കുഴപ്പമില്ല. വൈദ്യുണ്ടായാലും പ്രശ്നം. അങ്ങനെ പുറത്തു പറയണ്ട. വളരെ ചിന്തിക്ക്. അപ്പൊ എന്താ പറഞ്ഞത്? ഇല്ലായ്മയിലേക്ക് നീ പോകുന്നു. നിസ്സംശയം നീ ഫനായിലേക്ക് പുറപ്പെടുകയാണ്. ഫനാ ഇല്ലാതെയാകണോ? നീ എന്നെ പിടിച്ചു. നീ നിന്നെ മറന്നു, എന്നെ എടുത്തു. ഇതിൽ ആദ്യത്തെ വരി ഏതാണ് നമുക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിലോ അതിന്റെ മേലത്തിലോ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിലായിരിക്കും. മുറാദി മിൻക നിസ്യാനുൽ മുറാദി ഇദാ റമത സബീലു ഇല റശാദി. അള്ളാഹു പറയും പോലെ കവി പറയാം. എന്താ അള്ളാഹു പറയും പോലെ? ഖുർആൻ ആകെ ഓതിയാൽ ഒരു ടോട്ടൽ കിട്ടും. എന്ത്? അടിമേ, നീ നിന്നെ മറക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം. നീ എന്നെ മറക്കുക, എന്നെ ഓർക്കുക, അപ്പോൾ ഞാൻ നിന്നെ ഓർക്കും. മനസ്സിലായില്ല? എന്താ പറഞ്ഞോയോ? എന്താ പറഞ്ഞ? നീ നിന്നെ മറന്നാൽ നീ എന്നെ ഓർക്കുക, അപ്പോൾ ഞാൻ നിന്നെ ഓർക്കും. ഞാനും നീയും കൂടിയല്ല, UDF LDF എന്നൊക്കെ പറയാം. കോൺഗ്രസ് ഒറ്റക്കുമല്ല, ലീഗ് ഒറ്റക്കുമല്ല, കമ്മ്യൂണിസ്റ്റ് CPM ഒറ്റക്കുമല്ല, CPI ഒറ്റക്കുമല്ല. അപ്പോൾ ലാസ്റ്റ് ഒരു F കൂടി കൂട്ടണം. അപ്പോൾ പിന്നെ നമ്മൾ മുസ്ലിം F എന്ന് പറയേണ്ടി വരും. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവിടെ UDF ഇല്ല, LDF ഇല്ല. ഞാൻ UDF കൂടരുതെന്ന് കാസിമി പറഞ്ഞിട്ടുണ്ട് പറയരുത്. അതല്ല പറഞ്ഞ് തല കൊടുത്ത് ചിന്തിച്ചു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്ത്? അന്ന് നമ്മൾ കൂട്ടിക്കെട്ടിയ പരിപാടി വേണ്ട. നീ നിന്നെ മറക്കുക. എന്റെ ഉദ്ദേശം നിന്നിൽ നിന്ന് എന്റെ ഉദ്ദേശം നിസ്യാനുൽ മുറാദി. നീ നിന്റെ ഉദ്ദേശത്തെ മറക്കുക. നിന്റെ ഉദ്ദേശത്തെ നീ മറക്കുക. പിന്നെ നിന്റെ ഉദ്ദേശത്തിൽ ആര് മാത്രം? നീ നിന്നെ മറന്നു, പിന്നെ ഞാനേ ഉള്ളൂ. മനസ്സിലായില്ലേ? നീ നിന്നെ മറന്നു. മനസ്സിലായില്ലേ? നീ നിന്നെ മറന്നാൽ പിന്നെ നീ ഒരാളെ ഓർക്കും. അത് ഞാനാ. അപ്പോൾ ഞാൻ നിന്നെ ഓർക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നീ നിന്നെ മറക്കണം. അപ്പോൾ നീ ഒരാളെ കണ്ടെത്തും. അയാളാണ് റബ്ബ്. റബ്ബ് എന്നാൽ സംരക്ഷകൻ. അപ്പോൾ നിന്റെ സംരക്ഷകൻ നീ അല്ല. ഫലസ്ത റബ്ബുക. നീ നിന്റെ റബ്ബല്ല. ഫമൻ റബ്ബുക? മനസ്സിലായില്ലേ? ഒരു ഗാർഡിയൻ വേണ്ടേ? നീ നിന്റെ സംരക്ഷകനാണോ? ഒന്ന് പറ മനുഷ്യ, നീ നിന്റെ സംരക്ഷകനാണോ? അല്ല. അപ്പൊ പിന്നെ ആര് വേണം? സംരക്ഷകൻ വേണം. നീ നിന്റെ സംരക്ഷകൻ അല്ല. അപ്പോൾ പിന്നെ ആരാ സംരക്ഷകൻ? അല്ലാഹ്. സംരക്ഷകൻ ഉണ്ടായിരിക്കവേ പേടിക്കണം എന്തിനാ? ചേർത്ത ദിവസം പ്രിൻസിപ്പാളിനോട് ബാപ്പ പറഞ്ഞു, ഇവനൊരു വികൃതിയാണ്, എന്ത് ചെയ്താലും ഞാനത് ഏൽക്കും കേട്ടോ, പേടിക്കണ്ട. അച്ഛൻ തന്നെ പേന വാങ്ങി കുത്തി പൊട്ടിച്ചു, ഗ്ലാസ് വാങ്ങി പൊട്ടിച്ചു, അത് പൊട്ടിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവനെ ഒരു കുസൃതിയാണ്. സംരക്ഷകനായതുകൊണ്ട് അതൊക്കെ ബാപ്പ വിട്ടു. ഭയങ്കര ഇഷ്ടമാണ്
ഭയങ്കര ഇഷ്ടം, വല്ലാത്തൊരു ഇഷ്ടം. അപ്പോൾ എന്ത് ചെയ്യും? എന്ത് നട്ടുണ്ടെങ്കിലും ആര് കൊടുക്കും? ബാപ്പ കൊടുക്കും. എന്ത് നട്ടാണെങ്കിൽ ബാപ്പ കൊടുക്കും. പിന്നെ എന്തിനു പഠിക്കുന്നത്? നിനക്കിനി ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിനക്കിനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നഷ്ടം ഉണ്ടാക്കുക. കാരണം ആരേറ്റിട്ടുണ്ട്? വേറെ മനുഷ്യന്മാരെ ബാപ്പേറ്റുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? എൻ്റെ വാപ്പ, ഞാൻ 10ാം ക്ലാസ് പഠിച്ചിരുന്ന കാലത്ത് മൂത്തടുത്ത് സ്കൂളിൻ്റെ മുന്നിൽ ചായപ്പൊടി ഉണ്ട്. അപ്പോൾ ചായപ്പൊടിയിൽ വാപ്പ ഏൽപ്പിച്ചിരുന്നു, ഓൻ എന്ത് ചായ എന്തെങ്കിലും വന്നാൽ കൊടുക്കണേ, അങ്ങനെ കൊടുക്കും. പിന്നെ ചങ്ങായിമാരെ കൂട്ടി പോകും. അതിന് 5ഉം 8ഉം ചങ്ങായിമാരെയും കൂട്ടി പോയി ചായ കുടിയും കടിയും കുടിച്ച് പോരും. അങ്ങനെ വാപ്പ ഒരിക്കൽ കണക്കൂട്ടം ചെന്നപ്പോൾ ഒരു കൊല്ലം ചായ കുടിച്ചാലും ആകാത്തത്ര ചായ പൈസയാണ് ഒരു മാസത്തിലുള്ളത്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ പീഡിയക്കാരനോട് അന്വേഷിച്ചപ്പോൾ പീഡിയക്കാരൻ പറഞ്ഞു, അതിന് കുട്ടി ഒറ്റക്കല്ലേ വരുന്നത്, ഓൻ്റെ ഒപ്പം കുറേ ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ പറഞ്ഞ് എന്നോട് വന്നാണ് പറഞ്ഞത്, എൻ്റെ ചായ മാത്രമേ ഞാൻ ഏറ്റിട്ടുള്ളൂ, നാട്ടുകാരെ ചായ ഞാൻ ഏറ്റിട്ടില്ല. മനസ്സിലാണ് പറഞ്ഞത്? വാപ്പാക്ക് നഷ്ടം ഉണ്ടാക്കുന്നത് നമ്മളെ ഉത്തരവാദിത്വം. അതൊക്കെ നടന്ന കാര്യങ്ങൾ വെറുതെ പറയല്ലേ. അപ്പൊ നിനക്കൊരു ബോധമുണ്ട്. എന്ത് ചായയും കടിയും ഇങ്ങനെ ചായയും കലത്തപ്പോ ആ കലത്തപ്പം എൻ്റെ വായിലിട്ട് വന്നു. ഇപ്പോൾ കലത്തപ്പാണ് ഇങ്ങനെ സ്ഥിരമായി ഉണ്ടാകുക. നല്ല നല്ല കലത്തപ്പം, നല്ല നെരിഞ്ഞ കലത്തപ്പം അവിടെ തിന്നിരുന്നതിൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്. എത്രയോ കൊല്ലം മുമ്പുള്ള കലത്തപ്പം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അപ്പോൾ നമുക്ക് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ചായ കലത്തപ്പം ഇങ്ങനെ തിന്നുന്നു. എന്ത് ഓരോ കലത്തപ്പം തിന്നുമ്പോഴും, കലത്തപ്പം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴും എന്തായിരിക്കും മനസ്സിലുണ്ടാവുക? ബാപ്പുണ്ടല്ലോ, അത് നിനക്ക് ഉണ്ടായിക്കണം. ഏത് രംഗത്ത് ചാര ഓർക്ക് അല്ലാ, എന്നാൽ എല്ലാ കാര്യം അല്ല ഓർക്കും. പേടിക്കണ്ട, ഞാൻ ഉറപ്പല്ലേ, ഏറ്റതുമല്ലേ. മനസ്സിലായി? നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ലേ? തന്നെ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അള്ളാഹു ഉറപ്പല്ലേ, നഷ്ടമൊന്നുമില്ലല്ലോ. അള്ളാഹുവിന് നഷ്ടം വരുമെന്ന് വിചാരിച്ചാൽ കഫറാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന് ലാഭം വരും എന്ന് വിചാരിച്ചാലും കഫറാവും. അള്ളാഹുവിന് നഷ്ടവുമില്ല. കുട്ടി, ഈ ആകാശമൊക്കെ ഒരാൾ പൊളിച്ചിട്ടാലും അള്ളാഹ്ക്ക് ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. അങ്ങനത്തെ ഒരാൾ കിട്ടിയാൽ പിന്നെന്താ? ആ ആൾ നിന്റെ ആരാണ്? ചങ്ങാതി, ഈ ആകാശം പൊളിച്ചിട്ടാലും നഷ്ടം വരാത്ത ഒരാളാണ് നിന്റെ രക്ഷിതാവ്. എന്താണ് പഠിച്ചവനെ? അപ്പൊ പ്രപഞ്ചമാകുന്ന സ്കൂളിൽ നിന്നെ ചേർത്ത സമയത്ത് രക്ഷിതാവ് ഒപ്പിട്ടു. എന്താ ഒപ്പിട്ട്? ആകാശം പൊളിച്ചിട്ടാലും പ്രശ്നമില്ല, ഞാൻ പരിഹരിക്കും. എന്തുകൊണ്ട്? എനിക്ക് നഷ്ടമൊന്നുമില്ല. അപ്പോൾ ആരാണ് ഈ പ്രപഞ്ചമാകുന്ന നിന്റെ സ്കൂളിൽ നിന്നെ ചേർത്തപ്പോൾ ആരാ ഒപ്പിട്ടത്? അല്ലാഹു. എന്താ പറഞ്ഞത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ റബ്ബല്ലേ, അതേ റബ്ബാണ്. അപ്പോൾ ആകാശം പൊളിച്ചിട്ടാലും അവൻ പരിഹരിക്കും. എന്തുകൊണ്ട്? അവന് നഷ്ടമില്ല. അവൻ എന്തില്ല? അവൻ എന്തില്ല? നഷ്ടല്ല. പിന്നെ എന്താ പ്രശ്നം? പ്രശ്നം ഒരു പ്രശ്നം ഉണ്ട്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? റബ്ബ്, എൻ്റെ റബ്ബ്. അപ്പോൾ ഉണ്ടായാൽ മതി. ഒരു ജൈമ വന്നു പോയാലോ മാപ്പാക്കണേന്ന് പറയാം, മാപ്പാക്കും. കുല്ലു ബിനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഇന അത്തവാബ്. ഹബീബായ നബി പറഞ്ഞു. ഉറക്കെ പറ. ഹബീബായ നബി പറഞ്ഞു. ഹബീബായ നബി പറഞ്ഞു. ഹബീബായ നബി പറഞ്ഞു, കുല്ലു ബിനി ആദമ ഖത്താ. ഏതൊരു മനുഷ്യനും കുറ്റം ചെയ്യാവുന്ന അവസ്ഥയിലാണ്. വഖൈറുൽ ഖത്താഇൻ, കുറ്റം ചെയ്തവരിൽ ഏറ്റവും യോഗ്യൻ അത്തവാബ്, തൗബ ചെയ്തവനാണ്. അപ്പോൾ നീ കുറ്റം ചെയ്താലും നല്ലവനാവും. എന്തിനാ മതി? പറ്റിപ്പോയി, അവൻ അഫ്വാണ്, നഷ്ടമില്ല. അള്ളാഹ്ക്ക് നഷ്ടം വരുമെന്ന് വിചാരിച്ചാൽ കഫറാവും. അള്ളാഹ്ക്കിന്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് വിചാരിച്ചാൽ കഫറാവും. അള്ളാഹുവിന് എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് വിചാരിച്ചാൽ കഫറാവും. അള്ളാഹിന്റെ വിഷയത്തിൽ ഇടപെടൂല എന്ന് വിചാരിച്ചാൽ കഫറാവും. ഈ സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും എൻ്റെ അടുത്ത് വന്നു. ഒരു രോഗം വന്നു, 5 വർഷമാണ്. ഒരുപാട് ചികിത്സാരികളെ സമീപിച്ചു, ഒരു പരിഹാരം ഉണ്ടായില്ല. അതൊക്കെ ശരിയാണ്, പക്ഷെ പരിഹാരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ കഫറാവും. പിന്നെ ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. പരിഹാരം അള്ളാഹു വിചാരിച്ചാൽ പറ ഉണ്ടാവും. അള്ളാഹു വിചാരിച്ചുണ്ടാവും. അള്ളാഹു വിചാരിക്കണം. അതെന്താ വിചാരിക്കാത്തത്? അതിന് കാരണം ഉണ്ടാവും. കാരണം നിനക്കറിയില്ല. വിചാരിക്കാത്തത് എന്തേ? അവൻ ലുബ്ധനായതുകൊണ്ടാണോ? അല്ല, അവൻ ലുബ്ധനാണെന്ന് നീ വിചാരിച്ചാലും കഫറും. അവൻ ഫഖീറാണെന്ന് നീ വിചാരിച്ചാൽ അപ്പോൾ കഫറാവും. അവൻ ആരെങ്കിലും പേടിണ്ടായിട്ടാണ് ഇടപെടാത്ത വിചാരിച്ചാൽ കഫറാവും. അവൻ പൊതുവെ ലുബ്ധന അങ്ങനെ വിചാരിച്ചാൽ കഫറാവും. അവൻ ആരാ? അവൻ നിറഞ്ഞ റബ്ബാ. എന്തിനു പിടിക്കണം? റബ്ബ്. കാപ്പിലുണ്ടായിരുന്നു, കാപ്പ് എന്ന് കേട്ടിട്ടില്ലേ? കാപ്പിലുണ്ടായിരുന്നു ഒരു മൊല്ലാക്ക. ജനിച്ചപ്പോൾ ഖുർആൻ മനപ്പാടാം. കേട്ടിട്ടുണ്ടോ? കേട്ടവർക്ക് കൈപൊക്കാം. 1 2 സത്യല്ലേ? 2 വയസ്സായ സമയത്ത് കുട്ടിയെയും കൊണ്ട് 2 വയസ്സോ 3 വയസ്സോ കുട്ടിയെയും കൊണ്ട് ഒരു മരിച്ച വീട്ടിൽ പോയി. അപ്പോൾ കുട്ടി പറഞ്ഞു ബാപ്പാനോട്, ഓതുന്ന തെറ്റാ.
അപ്പോൾ ആ പത്ര കണക്കാക്കിയില്ല. പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ വേറെ ആൾ ഖുർആൻ ഓതുന്നുണ്ട്, അപ്പോഴും കുട്ടി പറഞ്ഞു ഓതുന്നത് തെറ്റാ. കുട്ടീനെ മദ്രസയിൽ ചേർത്തില്ല, 2-3 വയസ്സ്. പിന്നെ എവിടെ നോക്കിയാലും കുട്ടി ഓതുന്നത് കണ്ടാൽ പറയും ആ ഓതുന്നത് തെറ്റാണ്, ശരിയല്ല, ഓതുന്നത് തെറ്റാണ്. അങ്ങനെയല്ല നജോദ്. അപ്പോൾ ആദ്യം ബാപ്പ വിചാരിച്ചത് കുട്ടി തമാശ അറിയണം. പിന്നെ ഓദിച്ചു നോക്കുമ്പോൾ വൃത്തിയായി കുട്ടി ഓടും. കുട്ടിയെ എന്തിനു ഏൽപ്പിച്ചില്ല? പറ കുട്ടി അലിഫ് ബാ താ സാ ജീമ് ഹാ എന്ന് പഠിപ്പിക്കാൻ പോലും ഈ കുട്ടിയെ ചെയ്തില്ല. സാനം കാപ്പിലെ പള്ളിയിലെ അന്നത്തെ കാളിയെടുത്തുണ്ട്. കാളിയെ നോക്കി ഓദിച്ചോക്കി, ശരി വൃത്തിയായി ഓതുന്നുണ്ട്, ചെറിയ കുട്ടി. അപ്പോഴോ അപ്പൊ കാപ്പിലെ പ്രമാണികമാരി എല്ലാരും വിളിച്ചു കൂട്ടി ഈ അത്ഭുതം കാണാൻ. കാപ്പിലെ പള്ളിയിൽ നിറയെ ആളുകൾ കുട്ടിയോട് ഓതാൻ പറഞ്ഞു. കുട്ടി മണിയായി ഓടി. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നിക്കമ്മ സാഹിബ് ഇതറിഞ്ഞപ്പോൾ കുട്ടിയെ കൊണ്ടുവരാൻ കാളവണ്ടി അയച്ചു കൊടുത്തു. അക്കാലത്തെ ഖാൻ ബഹദൂറാണ് ആര്? നിക്കമ്മ സാഹിബ് ഒരു കാളവണ്ടി അയച്ചു കൊടുത്തു. കാളവണ്ടി കുട്ടി ആദരിച്ച് കൊണ്ടുപോയി. അക്കാലം നിക്കമ്മ സാഹിബിന്റെ ബംഗ്ലാവിൽ കുട്ടിയെ കൊണ്ട് ഓദിപ്പിച്ചു. കുട്ടി മണിയായി ഓടിയപ്പോൾ 100 റുപ്യ എടുത്തു. 100 റുപ്യ കൊണ്ട് അക്കാലത്ത് 200 ഏക്കർ വാങ്ങാം. കുട്ടിയുടെ ബാപ്പാക്ക് ഒരു ഓത്തുപള്ളി ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഓത്തുപള്ളിപ്പിക്കണം. ഓത്തുപള്ളി അതിൽ പല കുട്ടികൾക്കും ഓത്തറിയില്ല. അങ്ങനെ ബാപ്പാനെ ഓത്തുപള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഞങ്ങളെത്തുന്ന പൈസ വാങ്ങാം, എൻ്റെ കുട്ടിയെ പഠിപ്പിക്കും ചെയ്യാം. ഇതിന് നടക്കൂല. ബാപ്പ പോയി മദ്രസിന് പിരിച്ചുവിട്ടു. ഓത്തുപള്ളി പഴയകാലത്ത് ഓത്തുപള്ളി ബാപ്പാനെ പിരിച്ചു. നാട്ടിലെ ഓത്തുപള്ളിയിൽ മൊല്ലാക്കാരെ ഈ കുട്ടിയുടെ ബാപ്പ. മനസ്സിലായില്ലേ? ബാപ്പ പോയി വീട്ടിന്റെ തിണ്ണയിലിരുന്ന് കരഞ്ഞു. എന്റെ മകന്റെ പഠിപ്പോണ്ട് ഇപ്പൊ എന്റെ ജോലിയും പോയി. ആരോട് പറഞ്ഞേ? ഉമ്മാനോട് പറഞ്ഞു. എന്റെ മകന്റെ പഠിപ്പോണ്ട് എന്റെ ജോലിയും പോയി. അക്ക കഴിഞ്ഞ് പിന്നെയാണ് നിൽക്കുമ്പോൾ സാഹിബ് 100 റുപ്യ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? സംഭവ എവിടുന്ന് അള്ളാഹു കൊടുത്തു. ആമാന്റെ പേരിൽ ഇപ്പോൾ അവിടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്. ആരെ? കാപ്പിലെ മുല്ലാക്കാന്റെ പേരിൽ. ഓതിയതല്ല, ഓതാതെ ഓതി. ആരുദ്ദേശിച്ചു? അല്ലാഹു ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഇബ്നു ശഖ എന്ന വലിയൊരു പണ്ഡിതനെ പറ്റി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ഇസ്ലാം എന്ന് പുറത്തുപോയി. വലിയ താർക്കികനായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അവസാനം ഓടെ കിടന്ന് മരിക്കുക. അന്യസമുദായക്കാരി പെണ്ണിയെ എന്നെ കല്യാണം കഴിച്ചു. പിന്നെ അവിടുന്ന് വസൂരി ബാധിച്ചു പുറത്താക്കി. ഇതൊരു ചരിത്രം. അവസാനം ഓടെ കിടന്ന് മരിക്കുമ്പോൾ കൂട്ടുകാരൻ വന്ന് ചോദിച്ചു, ഖുർആനിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ഫഖാലല്ല, ഓർമ്മയില്ല. ഇല്ല. എനിക്കൊന്നും ഓർമ്മയില്ല. ഒരായത്തിന്റെ ശകലം ഓർമ്മയുണ്ട്. അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് കുഫാറുകളായ ആളുകൾ വിചാരിച്ചു ലൗകാനു മുസ്ലിമീൻ. നഊദുബില്ലാ എന്ന് പറയും. മക്കളെ, അവസ്ഥയോട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവസ്ഥ പഠിച്ച് വലിയ പണ്ഡിതനായി, പിന്നെ കാഫിറായി, ഖുർആൻ ഹാഫിളായിരുന്നു. അവസാനം ഓടെ കടന്ന് മരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ അതിലൂടെ നടന്നു പോയപ്പോൾ ചോദിച്ചു, ഖുർആനിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ഫഖാലല്ല, ഇല്ല, ഒരായത്തിന്റെ അല്പം ഓർമ്മയുണ്ട്. മുസ്ലിമീൻ. സത്യനിഷേധികൾ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരിച്ചു, ലൗകാനു മുസ്ലിമീൻ, എനിക്ക് മുസ്ലിമായി തന്നെ മരിച്ചാൽ മതിയായിരുന്നു, എനിക്ക് മുസ്ലിമായാൽ മതിയായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ പഠിച്ചവന് ഓർമ്മയില്ല, പഠിക്കാത്തവന് എല്ലാം കിട്ടും. ആരാ പിന്നിൽ? ആരാ പിന്നിൽ? حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله ببابي يوقف الآمال أطراء ولا تقتيل لحضرتنا بزادي. നിന്റെ ആഗ്രഹങ്ങളെല്ലാം എന്റെ വാതിൽക്കൽ ഉപേക്ഷിച്ചോ, പ്രശ്നം ഞാൻ പരിഹരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്റെ വാതിൽക്കൽ നിന്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക. അവനാണ് അള്ളാഹു. അവനെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ചൊല്ലാത്ത ഒരു ക്ലാസ്സിന് വരരുത്. എല്ലാവരും പറഞ്ഞിട്ടില്ലേ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ.
എല്ലാ ദിവസവും. അള്ളാഹു പറഞ്ഞാണ് നീ ദുആ ചെയ്യുമ്പോൾ എന്ത് മുന്നിൽ വെക്കുക? വലില്ലാഹിൽ ഖുർആനായത വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. നീ അസ്മാഉൽ ഹുസ്ന മുന്നിൽ വെക്ക്, എന്നാൽ എന്നിട്ട് ദുആ ചെയ്യ്. പ്രശ്നം പരിഹരിക്കും. നിന്റെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ വാതിൽക്കൽ ഉപേക്ഷിക്ക്, എന്നിട്ട് 99 പേര് വെച്ച് ആരെ വിളിക്ക്? അല്ലാഹ് പരിഹരിക്കും. അതിൽ പരിഹരിക്കുന്നത് പരിഹരിച്ചാൽ മതി, ബാക്കി റബ്ബ് പരിഹരിക്കും. എന്തിനാ പിടിക്കണത്? ഞാൻ റിസാലത്തുൽ ഖുശൈരിയിൽ നിന്ന് ഒരു സംഭവം വായിക്കാം, എന്ന് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം പറഞ്ഞു, ഒരു ഇബറത്ത് ചെയ്യാം നമ്മളെ. എന്താ പറയുന്നത്? കാന അമീറുൻ, ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ലഹു ഗുലാമുൻ, അയാൾക്കൊരു വധുവൻ ഉണ്ടായിരുന്നു, ഒരു അടിമച്ചക്കൻ, ഒരു അടിമക്കുട്ടിയുണ്ട്. യഖ്ബലു അലൈഹി അക്തറ മിൻ ഇഖ്ബാലിഹി അലാ ഗൈരിഹി. ഈ കുട്ടിയോടാണ് ഏത് കാര്യവും പറയുക, ഈ കുട്ടിയുടെയാണ് എല്ലാ കാര്യവും ശ്രദ്ധിക്കാൻ പറയുക, എല്ലാ കാര്യത്തിനും ഈ കുട്ടിയെയാണ് രാജാവ് ഏൽപ്പിക്കുക. ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവിന് കുറെ അടിമക്കുട്ടികളുണ്ട്, അതിൽ ഒരു അടിമക്കുട്ടിയുണ്ട്, ആ അടിമക്കുട്ടിയെയാണ് എല്ലാ കാര്യവും രാജാവ് ഏൽപ്പിക്കാറുള്ളത്. വലം യകുൻ അക്സറഹും ഖീമ, എന്നാൽ വലിയൊരു വിലയുള്ള അടിമക്കുട്ടിയുമല്ല. വഅഹ്സനഹും സൂറ, നല്ലൊരു ചുരുക്കുള്ള ആളുമല്ല. പിന്നെന്തിനാണ് ഇങ്ങനെ? മനസ്സിലായില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും വിലയുള്ള അടിമയാണോ? അല്ല. ഏറ്റവും ഭംഗിയുള്ള ആളാണോ? അല്ല. പിന്നെന്തിനാ? ഫഖാലു ലഹു, അപ്പോൾ ഒരു ദിവസം മറ്റുള്ള അടിമകൾ വന്ന് രാജാവിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവനെ മാത്രം വിളിക്കാനുള്ള കാരണം? ഞങ്ങൾ നിങ്ങൾ അടിമ തന്നെയല്ലേ, എന്താ നിങ്ങൾ ഇവനെ മാത്രം വിളിക്കുന്നത്, ഇവനെ മാത്രം പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചു. ഫഅറാദൽ അമീറു, അപ്പോൾ ഭരണാധികാരിയായ രാജാവ് ഉദ്ദേശിച്ചു, യുബയ്യിന ലഹും, അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, ഫളൽ ഗുലാമി, ഈ കുട്ടിയുടെ ശ്രേഷ്ഠത എന്ത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ, തന്റെ അടിമകളെ പഠിപ്പിക്കാൻ രാജാവ് ഉദ്ദേശിച്ചു. ഫയൗമ മിനൽ അയ്യാം, ഒരു ദിവസം കാന റാകിബൻ, രാജാവ് കുതിരപ്പുറത്താ. വമഅഹുൽ ഹസ്മു, തന്റെ കൂടെ തന്റെ ബന്ധുക്കളും ആശ്രിതരും പരിവാരങ്ങളും എല്ലാം ഉണ്ട്. രാജാവ് കുതിരപ്പുറത്താണ്, മറ്റുള്ളവരൊക്കെ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തൊക്കെ ആണ്. കുറച്ച് ദൂരെ ജബലുൻ അലൈഹി സൽജുൻ, ഒരു പർവ്വതമുണ്ടായിരുന്നു. ആ പർവ്വതത്തിന് മുകളിൽ ഇങ്ങനെ ഐസ് കൂടിക്കിടക്കുന്നത് രാജാവ് ഇങ്ങനെ ഒരല്പനേരം നോക്കി നിന്നു. ഒരു താഴ്വരയിലൂടെ യാത്ര പോവാം. അപ്പോൾ ഒരു ഏരിയയിൽ കുറെ ഐസ് ഇങ്ങനെ കൂടിക്കിടക്കുന്നത് രാജാവ് ഒന്നിങ്ങനെ നോക്കിയെന്ന് മാത്രമല്ല കുറെ നേരം അതിങ്ങനെ തല താഴ്ത്തി നിന്നു. അത് നോക്കിക്കൊണ്ടിങ്ങനെ പെട്ടെന്ന് ഈ ബാല്യക്കാരനായ കുട്ടി തന്റെ കുതിരയെ ഓടിച്ചു പോയി. കൂടെയുള്ള ആർക്കും മനസ്സിലായില്ല. എന്തിനാണ് ഈ കുട്ടി മാത്രം? രാജാവ് ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. രാജാവ് ഇങ്ങനെ അവിടെ ഐസ് സെൽജ് ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. അത് രാജാവ് ഇങ്ങനെ നോക്കി ഒരല്പം നേരം തല ഇങ്ങനെ തൂക്കിയിട്ട് കുതിരപ്പുറത്തിരിക്കുന്നത് ഈ കുട്ടി കണ്ടു. അപ്പോൾ കുട്ടി ഓടിച്ചു പോയി. പിന്നെന്താ, ഒരല്പം നേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ കുറച്ച് എന്തുണ്ട്? ഐസ് കട്ടയുണ്ട്. ആ ഐസ് കട്ടയും കൊണ്ട് കുട്ടി തിരിച്ചു വന്നു, ഓടി വന്നു. ഫഖാല ലഹുൽ അമീർ, അപ്പോൾ ചക്രവർത്തി രാജാവ് ചോദിച്ചു, മാ അദ്റാക അന്നി അറത്തു സൽജ, എനിക്ക് ഐസിന് ആവശ്യമുണ്ടെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ഫഖാലൽ ഗുലാം, അപ്പോൾ കുട്ടി പറഞ്ഞു, ലിഅന്നക നളർത ഇലൈഹി, നിങ്ങൾ അതൊന്ന് കടാക്ഷിച്ച് തന്നെ അങ്ങോട്ട് നോക്കി. വനദുറു സുൽത്താൻ ഇലാ ഷൈഇൻ, സുൽത്താൻ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക എന്നാൽ ലായക്കൂനു മിൻ ഗൈരി ഖസ്ദിൻ സഹീഹിൻ, എന്തെങ്കിലും ഒരു അത്യാവശ്യമില്ലാതെ, തനിക്കതിലേക്ക് ഒരു ആവശ്യമില്ലാതെ അങ്ങനെ ബുദ്ധിമാനായ ഒരു ചക്രവർത്തി അങ്ങനെ നോക്കി നിൽക്കുകയില്ല. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, രാജാവിന് ഇപ്പോൾ കുറച്ച് ഐസിന്റെ ആവശ്യമുണ്ട്. എന്തെങ്കിലും ഭക്ഷണത്തിൽ കൂട്ടാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കി. ഫഖാലൽ അമീർ, അപ്പോൾ അമീർ ചക്രവർത്തി പറഞ്ഞു, രാജാവ് പറഞ്ഞു, ഇന്നമാ ഹുസ്ഹു ബിഇക്റാമി, ഞാൻ ഇവനെ പ്രത്യേകമാക്കുന്നത് എന്താ കാരണം? ഇന്നലികുലി അഹദിൻ ശുഗ്ലൻ വശുഗ്ലുഹു മുറാഅത്തുൽ അഹ്ലാത്തി, ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. ഇവന്റെ ഉത്തരവാദിത്തം എൻ്റെ ഓരോ ഹറക്കാത്ത് സക്കനാത്ത് ശ്രദ്ധിക്കുക എന്നാണ്. ഒന്നും ഞാനവനോട് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങൾ പറയാണ്, ഈ കുട്ടി രാജാവിന് എങ്ങനെയായോ അങ്ങനെ നീ അള്ളാഹുവിനാവുക. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? നീ നിന്റെ തലയിൽ ആരെ കാര്യം ശ്രദ്ധിക്കുക? അള്ളാഹിന്റെ കാര്യം മാത്രം. എൻ്റെ വാപ്പ പറയും, പറഞ്ഞ പണിയെടുക്കുന്നത് പട്ടിയുടെ പണിയാണ്, പറഞ്ഞ പണിയെടുക്കരുത്, പറയാത്ത പണിയെടുക്കണം, പറഞ്ഞ പണി ഏതെടുക്കണം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല.
നായ നായ വേട്ട നായ, പിടിച്ചോന്ന് പറഞ്ഞാൽ പിടിക്കും, കടിച്ചോന്ന് പറഞ്ഞാൽ കടിക്കും. അതന്നെ, അത്രയേ ഉള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ പിടിക്കേണ്ടതുണ്ടോന്ന് ചിന്തിച്ച് പിടിക്കും. പറഞ്ഞാലും പിടിക്കും, ചിലപ്പോൾ പറഞ്ഞിട്ടില്ല പിടിക്കും. മനസ്സിലായില്ലേ? എന്റെ ബാപ്പ സ്ഥിരമായി മരിക്കണവരെ എന്നെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു വാക്കാണത്. എന്തെങ്കിലും ഒരു കാര്യം ബാപ്പ ഉദ്ദേശിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ബാപ്പ പറയാ, എടാ പറഞ്ഞത് ചെയ്യുന്നവൻ പട്ടിയാണ്. മനുഷ്യന്റെ ബാധ്യത പറഞ്ഞതും ചെയ്യണം, പറയാത്തതും ചെയ്യണം, ആലോചിക്കണം. ബാപ്പാക്ക് അത് ആവശ്യം ഉണ്ടാവും, ബാപ്പ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. നമ്മൾ 5 വക്ത് നിസ്കരിച്ചു, പിന്നെ പണിയൊന്നുമില്ലല്ലോ, പിന്നെന്താ പണി? ഇനിയിപ്പോൾ എന്താ നോക്കണേ? ഞാൻ അസർ വാങ്ങി കൊടുത്തില്ലല്ലോ, അസർ വാങ്ങി കൊടുത്തിരുന്നവരെ നോക്കാലോ. അസർ വാങ്ങി കൊടുത്തു, 4 വട്ടം കവാത്ത് നടത്തി, പിന്നെ എടുത്തു, വാങ്ങി കൊടുത്തു, വെച്ചു. അപ്പൊ അള്ളാഹു നമുക്ക് തന്നത് 17 റക്അത്തിന്റെ ഡ്യൂട്ടിയാണ്. ബാക്കിയുള്ള ഡ്യൂട്ടി നമ്മളതാ. മനസ്സിലായില്ല? ഇജ് ഒരിക്കലും നന്നാകാൻ പോണില്ല എന്ന് സാരം. നന്നാവില്ല. ഇജ് 300 കൊല്ലം കാരണത്തും കാര്യമില്ല. എന്തുകൊണ്ട്? ഇജ് ഗുലാമായിട്ടില്ല, അള്ളാഹിന്റെ വീട്ടുവാനായിട്ടില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ.